മലയാള സിനിമ അതിന്റെ ഏറ്റവും ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം എന്താ വെച്ചാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം മലയാളത്തിൽ ഒട്ടേറെ ആളുകൾക്കെതിരെ ഇപ്പോൾ സിദ്ദീഖ്, അതുപോലെ തന്നെ തിരക്കഥാകൃത്തും നടനുമായിട്ടുള്ള രഞ്ജിത്ത്, അക്കാദമി ചെയർമാൻ കൂടിയാണ് ചലച്ചിത്ര അക്കാദമിയുടെ. അപ്പോൾ അദ്ദേഹത്തിനെതിരെയൊക്കെ വന്നിട്ടുള്ള ഈ ഒരു വിമർശനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അവർ രാജിവെക്കണം എന്നൊരു വീഡിയോ ഞാൻ ഇങ്ങനെ ചെയ്യാനിരിക്കുകയായിരുന്നു. അവർ രാജിവെക്കുന്നതാണ് അതിൻ്റെ ഒരു നല്ല നടപ്പ്. എന്തായാലും സിദ്ദീഖ് സ്വമേധയാ രാജിവെച്ചു എന്നുള്ള ഒരു വാർത്ത വന്നു. അതിൻ്റെ തൊട്ട് പിന്നിൽ ഇപ്പോൾ രഞ്ജിത്ത് അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചിരിക്കുന്നു. എന്തായാലും രാജിവെച്ചിട്ട് കൃത്യമായ വിശദീകരണം അല്ലെങ്കിൽ എന്താണോ അതിൻ്റെ നടപടി ആ രീതിയിലേക്ക് പോകേണ്ടതുണ്ട്. മലയാള സിനിമയിൽ വന്നിട്ടുള്ള ഇത്തരത്തിലുള്ള വളരെ മോശമായിട്ടുള്ള ഈ ഒരു സംഗതി സിനിമയുടെ ആ ഒരു എത്തിക്സിനെ ശരിക്കും ബാധിക്കുന്നുണ്ട്. ഒരു ക്ലീൻ ഇമേജ്, നമ്മളൊക്കെ സ്ക്രീനിൽ കാണുന്ന നടന്മാരുണ്ടല്ലോ, അവരെ നമ്മൾ വിശ്വസിക്കുന്നത് അവരുടെ അത്തരം പോസിറ്റീവായിട്ട് തന്നെയാണ് പൊതുജനം കാണുന്നത്. നന്മയുള്ള ആളുകളായിട്ടാണ്, നന്മയുള്ള കഥാപാത്രങ്ങളിലൂടെയാണ് അവർ നമ്മുടെ ഉള്ളിലൊക്കെ ജീവിച്ചിട്ടുള്ളത്. പക്ഷെ അതല്ല, അതിനപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ പിന്നാമ്പുറത്ത് നടക്കുന്നുണ്ട് എന്ന് കേൾക്കുമ്പോൾ അത് ഭയങ്കര എന്താ പറയുക, അവരിഷ്ടപ്പെടുന്ന എല്ലാവർക്കും മാനസികമായ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു പ്രയാസങ്ങളൊക്കെ മാറി മലയാള സിനിമ അതിൻ്റെ എന്താ പറയുക ഏറ്റവും മികവാർന്ന ഇന്ത്യൻ സിനിമയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടായിരുന്നു മലയാള സിനിമ. അപ്പം അത്തരത്തിൽ മികച്ച നടന്മാരുള്ള ഒരു ഇൻഡസ്ട്രി കൂടിയാണ്, മികച്ച ടെക്നീഷ്യൻസ് ഉള്ള ഇൻഡസ്ട്രിയാണ്. അപ്പോൾ അത് മലയാള സിനിമ ഇനി മുന്നോട്ട് പോകട്ടെ, ഇത്തരം വിഷയങ്ങൾ വിഷം ഇല്ലാതാവട്ടെ എന്ന് ആശംസിക്കുകയാണ്, ആശിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്.